മഞ്ജു ചേച്ചി ഹായ്. ഹലോ ഹലോ. കവിത താങ്ക് യു ഫോർ ജോയിനിങ്. ഭഗവതി എന്നാണ് പറഞ്ഞത്. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. താങ്ക് യു. ഇപ്പൊ ഈ കവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ട പോലെ ഉണ്ടല്ലോ, മുടിയെ കഴിച്ചിട്ട്. ഒരു കാര്യം ചെയ്യാം, ഒരു കാര്യം ചെയ്യാം. ഞാൻ കാര്യം ചെയ്യട്ടെ, നമുക്ക് നമ്മുടെ ആ ആറാം തമ്പുരാനിലെ ഡയലോഗ് ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കിയാലോ? റെഡിയാണോ മഞ്ജു ചേച്ചി? നമ്മുടെ ആ ആരാ പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നത്? ഞാൻ ഇങ്ങനെയൊന്നും സംഭവിച്ചാലോ എന്ന് വെച്ചിട്ട് സ്ക്രിപ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, എന്റെ കയ്യിലുണ്ട്. നിക്ക് ഞാൻ ചെയ്യാം. അത് ഇല്ലാതെ നമുക്ക് പറഞ്ഞു നോക്കാം ഓർമ്മയിൽ നിന്ന്. പറ്റുമോ? റെഡിയാണോ? ഓക്കെ, നോക്കാം. എവിടം വരെ പോകുന്നു നോക്കാം. ഓക്കെ, ഇത് ലൈവാണ്, ഒരു റിഹേഴ്സലും ഇല്ല. സീനും അതിലെ ഡയലോഗ്സും ഒക്കെ ഈ ലോകത്ത് എവിടെ ചെന്നാലും ആൾക്കാർ ഒന്നില്ലെങ്കിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കും, അല്ലെങ്കിൽ അതിനെ കുറിച്ച് സംസാരിക്കും. രണ്ടും കൂടെ നേരിട്ട് വീണ്ടും പറയാൻ പറ്റാന്ന് പറയും. ഓക്കെ മഞ്ജു ചേച്ചി, ഞാൻ ലാലേട്ടൻ കേൾക്കാതെ ഒരു കാര്യം പറയാം. ഏറ്റവും ലാസ്റ്റ് കഞ്ഞി വേണോന്ന് കൂടെ ചോദിക്കണേ. ഏറ്റവും ലാസ്റ്റ് കഞ്ഞി അല്ലല്ല, ഏറ്റവും ലാസ്റ്റ് കഞ്ഞി വേണോന്നും കൂടെ ചോദിക്കണേ. ഓക്കെ, തുടങ്ങിയോ? ആരാ? ആക്ഷൻ. എന്താ? ശംഭോ മഹാദേവാൻ. ഞാനോ? ഞാനൊരു വഴിപോക്കൻ. ഇവിടെ ചുറ്റമ്പലത്തിന് എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. ഓർമ്മയുണ്ടോ? അല്ല, നമ്മളാരാണാവോ? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ഇതെന്താണ് കാവിലെ? ഇതെന്താണ് കാവിലെ ഭഗവതി പ്രത്യക്ഷ? അല്ല, ഇതെന്താണ് കാവിലെ ഭഗവതി പ്രത്യക്ഷപ്പെട്ട പോലെ ഉണ്ടല്ലോ. അതെ, അല്ലാന്ന് തോന്നാൻ മാഷ്ക്ക് ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. അല്ലല്ല, ഈ തലമുടിയൊക്കെ ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ ഇട്ടിട്ട് ഒരു മാക്സി എന്താ ഇട്ടിരിക്കുന്നത്? ഒരു പ്രത്യേക തരത്തിലുള്ള ഉടുപ്പൊക്കെ ഇട്ടിട്ട് ബോംബെയിൽ നിന്ന് സംസാരിക്കുന്നതുകൊണ്ട് ചോദിച്ചതാണ്. എന്തായാലും ഇത്രയും മതി. ഞാൻ മ്യൂസിക് ഇട്ടെ. ആറാം തമ്പുരാനോട് ഒന്ന് പറയണേ. ആ ലാസ്റ്റ് ഡയലോഗ് ഒന്ന് പറയാമോ? ഈ ഞാൻ ആരാണാവോ എന്ന് മഞ്ജു ചേച്ചി പറയുകയാണെങ്കിൽ. ഞാനാണ് കനിമംഗലം കോവിലെ ആറാം തമ്പുരാൻ ജഗന്നാഥൻ. ഇത് എന്റെ ജീവിതത്തിന്റെ ഒരു സാഫല്യമായിട്ടാണ് ഞാൻ കരുതുന്നത്, ഭഗവതിയെയും തമ്പുരാനെ ഒരുമിച്ച് കാണാൻ പറ്റിയത്. താങ്ക് യു ലാലേട്ടാ. താങ്ക് യു മഞ്ജു ചേച്ചി. ഇനി പറ. എനിക്ക് ഉറപ്പാണ് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ടാവും ഈ ഒരു സീൻ കാണാൻ സാധിച്ചതിലും, അതും ലൈവായിട്ട്. അയ്യോ, അത് പറഞ്ഞില്ല. എന്തായിരുന്നു ഒരു രഹസ്യം പറയുന്നത്? ഇതിനി ഒന്നും കൂടെ ഒരു ടേക്കും എടുക്കേണ്ടി വരുമല്ലോ. എന്താണ് ഇപ്പൊ ചോദിക്കാം? ഇത് ജിനുവിന്റെ അഭ്യർത്ഥന കൊണ്ട് മാത്രം ഞാൻ ചോദിക്കുകയാണ്. എന്താണോ? എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. അയ്യോ, ദൈവമേ. കുറച്ച് കഞ്ഞി എടുക്കട്ടെ? ആയിക്കോട്ടെ, കുറച്ച് ചമ്മന്തിയും കൂടെ എടുത്തോളൂ. ഹൈദരാബാദിലായോണ്ട് വേണേ ഹൈദരാബാദി ബിരിയാണി വേണമെങ്കിലും എടുക്കാം. ഓക്കെ, ഓസം. താങ്ക് യു ലാലേട്ടാ അത് ഓർമ്മിച്ചതിന്.